അടുത്തിടെ കൗൺസിലിങ്ങിന് വന്ന ഒരു ദമ്പതികൾ, വളരെ ചെറുപ്പം, ഇവർ തമ്മിൽ ഭയങ്കര കലഹം, വേർപിരിയണം. എന്നാൽ 3 വയസ്സ് പ്രായമുള്ളൊരു പെൺകുഞ്ഞ് ഇവർക്ക് മകളായിട്ടുണ്ട്. എന്താ കാര്യമെന്ന് ഇരു വീട്ടുകാർക്ക് അറിയാനും പറ്റുന്നില്ല. പക്ഷെ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കും വിഷയവും, വേർപിരിഞ്ഞേ പറ്റൂ. ഇരുവരും വക്കീലന്മാരെ കണ്ടു. അതിൽ ഈ പെൺകുട്ടിയുടെ വക്കീല് ഒരു സൈക്കോളജിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവർ തമ്മിൽ വേർപിരിയേണ്ട ആൾക്കാരല്ല, ഇവരുമായിട്ട് എനിക്കൊരു കുടുംബ സൗഹൃദമുണ്ട്, അതുകൊണ്ട് അങ്ങൊന്ന് എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യണം. എന്താണ് ഇവർ തമ്മിൽ ഇങ്ങനെ പെട്ടെന്ന് ഇത്രയധികം വഴക്കിലേക്ക് ചെന്നെത്തിക്കാനുള്ള കാരണം? അങ്ങനെ കൊല്ലത്തെ പ്രമുഖ സൈക്കോളജിസ്റ്റ്, വളരെ പ്രസിദ്ധനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഈ കേസ് എത്തിയത്. അങ്ങനെ അനലൈസ് ചെയ്ത് വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആ സൈക്കോളജിസ്റ്റിന് ഈ പെൺകുട്ടി ഇത്തിരി വാസ്തുപരമായ പഠനം, ഫെങ് ഷുയ് എന്ന് പറയുന്ന ചില വിദ്യകൾ ഒക്കെ, അതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ഞാനും കൈകാര്യം ചെയ്യുന്നുണ്ട്. വാസ്തു, ഫെങ് ഷുയ്, ടാറോ റീഡിങ്, ജ്യോതിഷം, അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ വളരെ പോസിറ്റീവ് എനർജിയും നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാസ്തവമൊക്കെ തന്നെയാണ്, ഒരു സംശയമില്ല. ഒരുപാട് നല്ലതും നന്മയുണ്ട്, ഉപയാസങ്ങളുണ്ട്, റെമഡിയൽ മെഷേഴ്സൊക്കെ ഉണ്ട്, വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഉണ്ട്, അംഗീകരിക്കാം. അപ്പോൾ എന്താണ് ഈ പെൺകുട്ടിയും ഇവരുടെ ഈ ഭർത്താവുമായിട്ടുള്ള വിഷയം? അതായത് ഈ പെൺകുട്ടിയോട് തന്നെ പഠിപ്പിച്ച അധ്യാപിക, വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു വിദഗ്ധയാണ് ഇത്തരം വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഫെങ് ഷുയി പോലുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്തു, കാലഹരണപ്പെട്ട വസ്തുക്കൾ, കാലഹരണപ്പെട്ടവ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കണം, വീട്ടിൽ പാടില്ല, പുറത്ത് കളയണം. അത് ആണല്ലോ, നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ളത് കളയണമല്ലോ, തീർച്ചയായിട്ടും ഉപേക്ഷിക്കേണ്ടതാണല്ലോ, വാസ്തവമാണല്ലോ, അംഗീകരിക്കേണ്ടതാണല്ലോ. പക്ഷെ എന്താണ് ഈ പെൺകുട്ടി കാലഹരണപ്പെട്ടതായിട്ട് കണ്ട് ഉപേക്ഷിക്കാൻ തൻ്റെ ഭർത്താവിനോട് പറയുന്നു, ആവശ്യപ്പെടുന്നത് എന്താണ്? അവിടെയാണ് വിഷയം കൗതുകമല്ല, വളരെ വാസ്തവമാണ്. തമാശയായിട്ട് ഞാൻ പറയുകയല്ല, കേൾക്കുന്നവർക്കൊരു വിനോദമായിട്ട് ഫീൽ ചെയ്യാം. അപ്പോൾ ഇവരുടെ ഭർത്താവിൻ്റെ അപ്പൂപ്പൻ വളരെ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളൊക്കെ പിടിപെട്ട്, അപ്പോൾ അങ്ങേരുടെ ഭാര്യ, അതായത് ഈ ഭർത്താവിൻ്റെ അമ്മുമ്മ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങേര് എപ്പോഴും വീട്ടിൽ തുമ്മലും ചീറ്റലും യൂറിനറി ബ്ലാഡറൊക്കെ ഇട്ട്, യൂറിനറി ബാഗൊക്കെ ഇട്ട് വല്ലാത്തൊരു അവശ്യ നിലയിൽ, വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇങ്ങേരുടെ മുറിക്കകത്തുള്ള കിടപ്പ്. അപ്പോൾ അത് വളരെ നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ മറ്റെവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കണം. കാരണം ഇവർ കേട്ടത് പ്രവർത്തിക്കാത്ത ക്ലോക്ക് വീട്ടിൽ നിന്ന് കളയണം, ഗ്രൈൻഡർ എടുത്ത് കളയണം, ഉപയോഗശൂന്യമായിട്ടുള്ള എല്ലാം, ഉപയോഗിച്ച് കഴിഞ്ഞതെല്ലാം വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കണം എന്ന് ഈ ലേഡി പഠിപ്പിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പാവം പിടിച്ച ഈ വയസ്സൻ മനുഷ്യൻ ഉപയോഗശൂന്യമാണ്, നെഗറ്റീവാണ്. ആ റൂമിൽ ആ വൈബ് വീട് മൊത്തം ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ എപ്പോഴും രാത്രിയിലൊക്കെ ചുമയ്ക്കുന്നു, അസ്വസ്ഥത കാണിക്കുന്നു എന്ന വിഷയം ഭർത്താവിനോട് ഉന്നയിക്കുകയും, ഭർത്താവിന് തൻ്റെ സ്വന്തം അപ്പൂപ്പനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവർ തമ്മിലുള്ള ദാമ്പത്യ കലഹത്തിന് പ്രധാന കാരണമായി. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ വില. ഉപയോഗശൂന്യമായത് എപ്പോഴാണ്? പ്രായമായി. നമ്മളെല്ലാവരും പ്രായമാകും. ആർക്കാണ് എപ്പോഴും യൗവനമായിട്ട് നിൽക്കാൻ സാധിക്കുക? പക്ഷേ ആ പഠിപ്പിച്ച വ്യക്തിയെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല.
ഈ ലേഡി കേട്ട് മനസ്സിലാക്കിയത് വിഷയമാക്കി. കാരണം അവർ ഇത് പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ വീട്ടിൽ ഓരോ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെ മാറ്റണം, അതെടുത്ത് മാറ്റണം, ഇതെടുത്ത് മാറ്റണം. ഭർത്താവിനാകെ വിഷയം. അപ്പോൾ ഭർത്താവ് പറയുന്നത് ഇവളെ ഈ പഠനം നിർത്തുക, ഇത് ശരിയാകത്തില്ല, ഇത് പ്രാക്ടിക്കൽ അല്ല ഇവള് പറയുന്ന കാര്യങ്ങളൊന്നും. വൃത്തിയും വെടുപ്പുമൊക്കെ വേണം, അടുക്കും ചിട്ടയൊക്കെ വീട്ടിന് വേണം, പക്ഷേ പ്രായോഗികത വേണ്ടേ. എന്തായാലും ശരി തന്നെ, സീരിയസ് വിഷയമാണ്. അങ്ങനെ അങ്ങേർക്ക് അപ്പൂപ്പനെ കൊണ്ട് കളയാൻ പറ്റുമോ? ഉപയോഗശൂന്യമായിട്ടുള്ളൊരു മനുഷ്യ ജീവനല്ലേ അത്. അപ്പം ഇവര് ഇത് നെഗറ്റീവ്. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇവര് തന്നെ ആയിരുന്നു ഈ അപ്പൂപ്പനെ ശുശ്രൂഷിച്ചിരുന്നത്, നോക്കിയിരുന്നത്. പക്ഷെ തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു വിഷയം കടന്നു ചെന്നപ്പോൾ ആകെ പരിഭ്രാന്തിയായി, വിഷയമായി വീട്ടിൽ. അതുകൊണ്ട് ഏത് ശാസ്ത്രവും നല്ലതാണ്, പക്ഷെ പ്രാക്ടിക്കൽ ആയിരിക്കണം. എന്തായാലും ശരി തന്നെ, ഞാൻ സൈക്കോളജിസ്റ്റാണ്. കൊല്ലം മെഡിട്രീന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ടും മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഇതുപോലുള്ള വിഷയങ്ങൾക്ക് ഫാമിലി ഇഷ്യൂസ്, ഫാമിലി തെറാപ്പി, അല്ലെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഏകാഗ്രത, ഓർമ്മശക്തി, ബിഹേവിയർ മോഡിഫിക്കേഷൻ, മെമ്മറി എൻഹാൻസ്മെൻറ്റ്, ഇതിനൊക്കെ എന്നെ സമീപിക്കാം. 9605743596 എന്ന നമ്പറിൽ എന്നെ വിളിക്കാം. അതുകൊണ്ട് പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ പ്രാക്ടിക്കൽ ആയിരിക്കുക.